റെസ്പെക്റ്റഡ് ഗാർഡനം പ്ലാന്റേഴ്സ്, ഈ കൊല്ലം കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നമായിരുന്ന വിഷയം തട്ടമരിച്ചൽ, വേരളുകൾ, കൊത്തലുകൾ. അങ്ങനെ ഉണ്ടായിരുന്ന കൂടുതൽ ആൾക്കാർ ചെടി മൊത്തം പോയി, പകുതി ചെടി പോയി. അങ്ങനെ ഉള്ള സമയത്ത് ഇവർ എങ്ങനെ കൂടുതൽ ഈട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മാക്സിമം ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കാ കയറ്റാം. ചെടിയില്ലാത്ത സമയം, തട്ടയില്ലാത്ത സമയം എങ്ങനെ കാ കയറ്റാൻ പറ്റും? സോ ഈ ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അപ്പോൾ ഈ തട്ടമറിച്ചൽ എങ്ങനെ ഉണ്ടാകുന്നുണ്ടെன்ற വിവരം നിങ്ങൾക്കറിയണം. ഡിസംബർ മാസം തൊട്ട് മെയ് വരെ ഉള്ള സമയത്ത് ഈ മഞ്ഞും ഈ ചൂടും വരുന്ന സമയത്ത് ഈ അളുകൾ ഉണ്ടാകുന്ന സ്പോർസ് ഏലത്തിൻ്റെ ലീഫ് അടിയിൽ ജീവിക്കും. അപ്പോൾ അടിയിൽ 100 സ്പോർ വന്നിട്ട് പിന്നെ അത് മൾട്ടിപ്പിൾ ആയിട്ട് റീപ്രൊഡക്ഷൻ ആയിട്ട് 1000, 10,000, ലക്ഷക്കണക്കാണ് സ്പോർസ് ലീഫിൻ്റെ അടിവശം ജീവിക്കും. ബട്ട് നമുക്ക് അറിയത്തില്ല. ചെടി നോക്കുമ്പോൾ പക്കാവായിട്ട് നന്നായിട്ട് കാണും. നമുക്ക് വെള്ളം അടിക്കുന്ന ആൾക്കാർ, കൂടുതൽ വെള്ളം അടിക്കുന്ന ആൾക്കാർ, വെള്ളം അടിക്കാത്ത ആൾക്കാർ, കൂടുതൽ എറുമ്പ് ഉള്ള ചെടിയിൽ, മരത്തിൽ എറുമ്പ് ഉള്ള ആൾക്കാർ കൂടെ ഈ ചെടി നന്നായിട്ട് ഈ സമ്മർ സമയത്ത് കാണും. സീസൺ മഴ തുടങ്ങുമ്പോൾ, ഈ മെയ് എൻഡ് ജൂൺ മാസം തുടങ്ങുമ്പോൾ ഈ സ്പോർസ്, ഈ ലീഫ് അടിവശമുള്ള സ്പോർസ് ലീഫ് ഹോൾ വഴിയായിട്ട് ചെടിയുടെ അകത്തെ കിറങ്ങും. ഇത് കിറങ്ങി അകത്തെ പോവാണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇത് അകത്തെ പോയിട്ട് കൊത്തലുകൾ, കായലുകൾ, തട്ടമറിച്ചൽ, വേരലുകൾ എല്ലാം ഉണ്ടാക്കുന്നത് മെത്തേഡ് ഇതുதான். ஸோ இவரை நமக்கு கொல்லணும், செடிக்கு போகுന്ന മുമ്പ് കൊല്ലണം. അപ്പോൾ ഡിസംബർ തൊട്ട് മാത്രമല്ല, എപ്പോഴും നമുക്ക് മരുന്ന് കൂടെ സിസ്റ്റമിക് കോണ്ടാക്ട് ഫംഗിസൈഡ് ചേർത്ത് അടിക്കുന്ന മെത്തേഡ് ചെയ്യണം. ആ ഫംഗിസൈഡ് അടിക്കുന്നത് കാ കയറണം, കാ ഉണ്ടാകണം. കാ ഉണ്ടാകുന്നതുக்கு പ്രശ്നം വരാതെ രീതിയിൽ കോമ്പിനേഷനിൽ ചെയ്യണം. சும்மா ஜஸ்ட் ஒரு 50, 100 வகையான ஃபங்குசைடு உண்டு, எல்லாம் எடுத்து அடித்து தோட்டத்தை கெடுக்கிறது. அப்போ நமக்கு அடிக்கிற ஃபங்குசைடு ഈ മഞ്ഞപ്പിഞ്ച് ഉണ്ടാകാതെ, സെറ്റിങ്സ് കമറൽ ഉണ്ടാകാതെ, കായും പിടിക്കണം. ഈ ഇല അടിവശം ഇരിക്കുന്ന സ്പോർസും കൊല്ലണം. അതുകൊണ്ട് അടിക്കുന്ന മരുന്ന് കയറ്റി നല്ല ഇല കുടിപ്പിച്ച് അടിവശം പടുന്ന രീതിയിൽ അടിക്കണം. ഇത് ഒന്ന്. ഇത് ചെയ്തിട്ട് അടുത്ത് മെയ് എൻഡ് ജൂൺ ഫസ്റ്റ് തുടങ്ങുന്ന മുമ്പ്, മഴക്കാലം സീസൺ അറിവിപ്പ് വരുന്ന മുമ്പ് പക്ക തുരുസ് റെഡിയാക്കി ഒന്ന് അടിക്കണം. 2 കിലോ ചുണ്ണാമ്പ്, 2 കിലോ തുരുസ് 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിവശം മൊത്തം കുളിപ്പിച്ച് ഒന്ന് ഓടിച്ച് പരുവമഴ തുടങ്ങുന്ന മുമ്പ് ഒന്ന് അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ഇലവശം, ഇലയിൽ അടിവശമുള്ള സ്പോർട്സ് മൊത്തം കൺട്രോൾ. ഇലയ്ക്ക് ലീഫ് ഹോൾ വഴി അകത്തേക്ക് ഇറങ്ങാൻ ചാൻസസേ ഇല്ല. ഇത് ചെയ്തണം. 1-2 തപ്പി പോവാണെങ്കിൽ 1-2 ആളുകൾ ഇരുന്നാൽ ഒരു മാസത്തിൽ ഉള്ളിൽ നമുക്ക് 200 തുരുശും കൂടെ ഓടിച്ച് ഒന്ന് ചൂട് മാത്രം അടിച്ചു പോയാൽ 100% ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. പിന്നെ നമുക്ക് ആളുകൾ തൊന്തരവിലിരുന്ന് നമുക്ക് 100% തപ്പിക്കുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കാ കയറ്റാം. ഒരു ഏക്കർക്ക് 1000 കിലോ ചരക്ക് ധാരാളം നമുക്ക് എടുക്കാം. ഒരു ചെടിക്ക് 3 കിലോ ചരക്ക് ധാരാളം എടുക്കാം, മിനിമം എടുക്കാം. ഈ ഡോക്ടർ അഗ്രി കൺസൾട്ടിങ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് അവരോട് ഇതുവരെ ഈ ഡോക്ടർ അഗ്രി കൺസൾട്ടിങ് ചെയ്യുന്നത് ഒരു 4000 എബോവ് ഏക്കർ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആർക്കും അളുകൾ പ്രശ്നം തൊന്തരവേ ഇല്ല. കാരണം ഈ മെത്തേഡ്. ഇതുപോലെ പല ആൾക്കാർ ഈ തുരുസ് അടിക്കാതെ കമ്പനി, MNC കമ്പനി എന്ന് പറയുന്ന ആൾക്കാരുടെ റെക്കമെൻഡേഷനിൽ തുരുസ് ഒഴിവാക്കിയിട്ട് സിസ്റ്റമിക് ആയിട്ട് മരുന്ന് ചെയ്താൽ മതി, അളുകൾ വിളുകുന്ന സമയം അന്നേരം ചെയ്താൽ മതി എന്ന് ഓർത്ത് ചെയ്തിട്ട് ഭയങ്കരமான ബാധിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. വലിയ കമ്പനിന്ന് ഈ സാധനത്തിൽ ആരും കണ്ടുപിടിച്ചില്ല. ഈ പിത്തിയം, പൈറ്റോപ്തറ സ്പോർട്സ് കൊള്ളാനായിട്ട് MNC കമ്പനി കൂടെ കണ്ടുപിടിച്ചില്ല. കാരണം ഇത് വേറെ മാറ്റർ. അപ്പോൾ ഇവർ മെറ്റാലാക്സിൽ ഇതുപോലെ ചില കെമിക്കല് ചേർത്ത് കൊടുക്കുന്ന സാധനം മണ്ണിലുള്ള ദൈവ ജീവികൾ മൊത്തം മരിയും.
ഇത് வருங்காலம் തൊട്ട് നമുക്ക് ചെയ്യരുത്. വേണ്ട. പൈസ കളയരുത്. ആളുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് എത്ര പൈസ മുടക്കിയാലും ശരിയാകത്തില്ല. തട്ടമരിച്ചൽ കൊത്തലുകൾ ഉണ്ടാക്കുന്ന ഈ ഫംഗസ് കൊല്ലാനായിട്ട് ഈ ഫംഗസ് കളിച്ച് വളരക്കൂടിയ ബാക്ടീരിയ നമുക്ക് മണ്ണിൽ ചേർക്കണം. അത് ഈ നോർമൽ സൂഡോമോണാസ് ട്രൈക്കോഡർമ വിരിഡി വേം അല്ല. ഡോക്ടർ മോനാസ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ വരുന്ന ഈ ഡോക്ടർ മോനാസ്, ഡോക്ടർ ഡെർമ, ഡോക്ടർ എം എന്ന് പറഞ്ഞ് എക്സ്ട്രാ മാറ്ററോടെ ചേർന്ന് ഈ ഫംഗസ് തട്ടമരിച്ചൽ പിത്തിയം ഫംഗസ് കളിച്ച് വളരക്കൂടിയ ബാക്ടീരിയ ഡോക്ടർ അഗ്രി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നെക്സ്റ്റ് മന്ത് ഡിസംബർ തൊട്ട് നമുക്ക് ഒളിക്കാൻ തുടങ്ങണം. ഇത് ഒളിക്കുമ്പോൾ കംപ്ലീറ്റ്ലി മണ്ണിൽ കൂടുതൽ ഈ നന്മ ചെയ്യக்கூடிய ബാക്ടീരിയ ഡെവലപ്പ് ആകും. അപ്പോൾ ഇത് ഡെവലപ്പായിട്ട് മണ്ണിൽ കൂട്ടം കൂടി അധിക അളവ് മൈക്രോബ്സ് ഈ നന്മ ചെയ്യக்கூடிய ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ ഈ ഇല വഴിയായിട്ട് തപ്പിച്ച് ഈ ലീഫ് ഹോൾ വഴിയായിട്ട് ഇറങ്ങുന്ന ഈ പിത്തിയും ഫംഗസ് കൂടെ ഈ നന്മ ചെയ്യக்கூடிய ഈ ബാക്ടീരിയ കഴിച്ച് വളരും. സോ നമുക്ക് ഇതുപോലെ മെത്തേഡിൽ മണ്ണിലുള്ള മൈക്രോബ്സ് ഡെവലപ്പ് ആക്കണം, മണ്ണിലുള്ള നന്മ ചെയ്യக்கூடிய ബാക്ടീരിയ ഡെവലപ്പ് ആക്കണം അല്ലേ? സോ ഇത് മെയിൻ വിഷയം. ഡിസംബറിൽ ഒരു പ്രാവശ്യം സ്ട്രോങ്ങാன ഒരു ഡോസ് ഇത് ഒളിക്കുമ്പോൾ മണ്ണിൽ വന്ന് കാസെട്ടിങ് ആകും. സമ്മർ മൊത്തം ചെടി ഒരു പച്ചയായിട്ട് നിൽക്കും. அந்த വാം ഡോക്ടർ എം അത് ചേർക്കുമ്പോൾ ഇത് കമ്പനിയിലുള്ള സയൻറ്റിസ്റ്റും ഞാനും ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയത്. ഇത് നോർമൽ സൂഡോമോണാസ് ട്രൈക്കോഡർമ വിരിഡി വാം അല്ല, സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഈ ആളുകളുടെ 100% നമുക്ക് തപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ണിൽ നന്മ ചെയ്യக்கூடிய ബാക്ടീരിയാവെ കൂടുതൽ ഉണ്ടാക്കി പക്കാവായിട്ട് ഒവ്വൊരു പ്രാവശ്യം മരുന്ന് കൂടെ ഫംഗിസൈഡ് കാസെറ്റിങ്ങോടെ ചേർന്ന ഫംഗിസൈഡ് വന്നിട്ട് ഉപയോഗിച്ച് കറക്റ്റ് സമയത്ത് തുരിശടിച്ച് വരും കാലം നെക്സ്റ്റ് ഇയർ ആളുകളിലിருந்து കംപ്ലീറ്റ് എല്ലാവരും രക്ഷപ്പെടണമെന്ന് ഓർത്ത് ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്.